നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫ്രൂട്ട്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതൊരു ഫ്രൂട്ട് അല്ല, എന്നാലും ഒരു ഫ്രൂട്ട്സിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇതാണ് ഇരുമ്പിപ്പുളി. ഇത് ഫ്രൂട്ട് അല്ല, ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു കായികനി ഇനത്തിൽ പെടും. ഇത് പുളിയാണ്. നല്ല തിന്നാൻ ടേസ്റ്റ് ആണെങ്കിൽ പുളിയാണ്. ഇത് കറിയിലൊക്കെ ഇടും കേട്ടോ. പിന്നെ കറിയിലിടും, ഉപ്പിലിടും, അച്ചാറോ അങ്ങനൊക്കെ ഇടും. പിന്നെ പുളിങ്കറി പോലത്തെ എന്തോ ഒരു സാധനം ഇതിനോട് വെക്കും. അപ്പോൾ ഇത് പച്ചയും നെയ്സ് പച്ച അങ്ങനത്തെ നിറങ്ങളിലാണ് ഉണ്ടാവുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പിപ്പുളി എന്നാണ് പറയുക. ചില നാട്ടിൽ ഇരുമ്പിൻ പുളി അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുറേ അങ്ങനെ തിന്നാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ദിവസം തന്നെ ഒരു 20 എണ്ണം അങ്ങനെയൊന്നും തിന്നാൻ പറ്റില്ല. അപ്പം നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പറയുകയാണെങ്കിൽ പേരയ്ക്കാണ്. പേരക്കാന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് പേരക്ക തന്നെ നിലത്തുനിന്ന് കിട്ടിയൊരു ചെറിയ ഒരു ഇതാണ്, കുരുന്ന് പോലത്തെ ഒരു കായ്. അപ്പോൾ ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ, മുകളിലാണ്. അതും അത്ര വലുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ്. അത് മധുരം ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഇത്ര വലുപ്പമാണെങ്കിൽ ഒരു ചിരട്ടാൻ്റെ അത്ര വലുപ്പം വെക്കും. അത്ര വെക്കുമെന്ന് അറിയില്ല, ചിലപ്പം ഞങ്ങളിവിടെ അത്ര ഒരു ചെറിയൊരു ചിരട്ടേൻ്റെ അത്ര വെക്കും ഒരു പേരക്ക. അതിന് മുന്നേ കിളികളൊക്കെ കൊത്തി പഴുത്താലൊരു നല്ല മധുരമാണ്, മധുരമാണ്. അടുത്തത് എന്ന് പറയുകയാണെങ്കിൽ പപ്പായ. വീട്ടിലും അധികം വീട്ടിലും ഉണ്ടാവും. ഇതാണ് പപ്പായ, കർമൂസ എന്നൊക്കെ പറയും. ഇത് പഴുത്തിട്ടില്ല കേട്ടോ, ഇത് പച്ചയാണ്. പഴുത്തിട്ടില്ല, പച്ചയാണ്. അടുത്തത് റംബൂട്ടാനാണ്. അത് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് റംബൂട്ടാൻ കാണിക്കാം. അപ്പം റംബൂട്ടാൻ നോക്കാം. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ റംബൂട്ടാൻ. ഇപ്പം പറഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട്. ചെറിയൊരു റംബൂട്ടാൻ ഒരു തൈയാണ് തോന്നുന്നു, തൈ പോലത്തെ അത്ര വലിപ്പം വെച്ചിട്ടുള്ളൂ. അപ്പം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. സൈഡിലേക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് നോക്കാം. ചെറിയ തൈയാണ് കേട്ടോ. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്, പക്ഷേ ഇതാണ് കേട്ടോ, മീഡിയം സൈസുള്ള ഒരു ഇതാണ്. എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു തൈ. കുറച്ച് അവൾ ഇവിടെ ഉള്ളത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞാൽ. അപ്പം എൻ്റെത് അവിടുത്തെ ചെറുതാണ് കേട്ടോ, ഇതിലുണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് മരങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്ഥലത്ത് റംബൂട്ടാനായിരിക്കും പറയുന്നതെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് നമുക്ക് സപ്പോട്ട. ചില വീടുകളിലൊക്കെ ഉണ്ടാവും. സപ്പോട്ട കുഴിച്ചിട്ടതാണ് കേട്ടോ, അതിങ്ങനെ കുഴിച്ചിട്ടതാണ് തൈ. ഇതാണ് നന്നായിട്ട് വലുതായിട്ടുള്ള. ഇത് നല്ല പഴുപ്പിക്കാനൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അത് അതിനെക്കാട്ടും കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ദൂരെ ആണ്ട് ചെറുതായി തോന്നുന്നതായിരിക്കും. പിന്നെ അവൻ്റെ ഒരു തൈ കാണിക്കുന്നുണ്ട്. തൈയല്ല, ഒരു നിലത്ത് വീണതാണ് തോന്നുന്നു സപ്പോട്ട. ഇത് നിലത്ത് വീണോണ്ടായിരിക്കും. ഇത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ, പിന്നെ കുറച്ചും കൂടി വെക്കണം. പക്ഷെ വലുതൊക്കെ ഉണ്ട്. അടുത്തത് ഞങ്ങൾ സീതപ്പഴമാണ്. അടുത്തത് സീതപ്പഴമാണ് കേട്ടോ. അപ്പം നമുക്ക് സീതപ്പഴത്തിൻ്റെ അടുത്തേക്ക് പോകാം. സീതപ്പഴം ചെറുതാണ്, പക്ഷെ ഇതാണ് അതിൻ്റെ മരം കേട്ടോ. ഇത് വലുതായിട്ടില്ല സീതപ്പഴം, പക്ഷെ അത്യാവശ്യം പഴുക്കാനായിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. ഇത്ര വലുതായി. ഞാൻ ആദ്യം കാണുമ്പോൾ നല്ല ചെറുതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇതിൻ്റെ കുറേ കുരുന്നുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അത് ആ മരത്തിന് എന്തായിരുന്നു പറയാ? ചക്കപ്പഴം ഉണ്ട് അവിടെ. അവിടെ ഒരു ചക്കപ്പഴത്തിൻ്റെ മരമാണ് ഉള്ളത്. ചെറിയ കായ് ഉണ്ട് അല്ലേ? കായ് ചെറുതൊക്കെ ഉള്ളു. അത് പൈക്കുമ്പോഴത്തിന്
ഞങ്ങൾ അങ്ങനെ പറിക്കാറില്ല. അത് കിളികളൊക്കെ കൊത്തിക്കൊണ്ടുപോകും ഇതാക്കുമ്പോൾ. പേരക്കാന്റെ പോലെ തന്നെ മധുരമുണ്ട്, വേഗം കൊത്തിക്കൊണ്ടുപോകും. ഞങ്ങളതിന്റെ ഒക്കെ പോലെ തന്നെയാണ് ചക്കപ്പഴവും വരുന്നത്. കളർ വരുന്നത് ഒരു ചെമ്പൻ ചുവപ്പ് പോലത്തെ ഒരു കളറാണ് പഴുത്താ വരുന്നത്. അതെ, പച്ചയായിരിക്കുമ്പോ ഒരു പച്ച കളറൊക്കെ പച്ച കളറാണ്. അപ്പം ഇത് ഞങ്ങൾ പറിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിളികളൊക്കെ ഇതാക്കണോണ്ട് അധികം കിട്ടാറില്ല. പഴുക്കുമ്പോഴേക്കും അത് ഓർമ്മയിൽ വരുമ്പോൾ ഒന്ന് നോക്കുമ്പോൾ 1-2 കിട്ടും. ബാക്കിയൊക്കെ കിളികൾ തിന്നു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരെന്തായിരുന്നു? ചക്കപ്പഴം. ചക്കപ്പഴം. അപ്പോൾ ഇതാണ് മാവ് കേട്ടോ. ഇതിൽ മാങ്ങ ഞങ്ങളവിടെ വേറെ ഒരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീടിൻ്റെ ഈ വീട് വെക്കാൻ വേണ്ടി അത് ആ ഭാഗത്ത് ഇരുന്നുണ്ടായിരുന്നു. ആ വീടുള്ള അവിടെ നിന്ന് അതിന് മുറിച്ച് ഈ വീട് വലിയ മാവേന് അത് കായ്ക്കുമ്പോഴത്തേന് നിറയെ ഇതൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് കുറെ. ഇത് വേറെ ഒരു മാവാണ് കേട്ടോ. 2-3 വെച്ചിട്ടാണ്. പിന്നെ ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ നമുക്ക് ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അത് പിന്നെ വേറെ ആരെയും വീടല്ല, ഞങ്ങളെ തന്നെ വീടാണ്. അടുത്തത് എന്ന് പറയുകയാണെങ്കിൽ ഇത് 2 മാവാണ്. ഇനി ഒരു മാവും കൂടി ഉണ്ട്. അപ്പം ഈ ഒരു മാവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇനി ഒറ്റ സാധനം കൂടി കാണിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്ക് വീട്ടിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും ഇതാണ് ലൗലിക്ക. ചില ഇത് കാണുന്നുണ്ടോ അറിയില്ല, ഒരു കുരുന്ന് പോലെ ഇത്ര വലുപ്പത്തിൽ വെക്കുള്ളൂ. എന്നിട്ട് ഇത് മൂത്ത് കഴിഞ്ഞാൽ ചെറിയ റെഡ് കളർ കഴിത്താല് നല്ല റെഡ് കളറാവും. ചെറിയൻ്റെ ഒക്കെ പോലെ തോന്നും. പക്ഷെ ഇതിന് കഴിക്കുമ്പം ഇത്തിരി പുളിപ്പൊക്കെ പുളി പോലെയാണ് ഇത്. പിന്നെ നമ്മളിതാ ഇത് പൂവ് നിറച്ചും പൂവിട്ടുണ്ടായിരുന്നു. കാണിക്കുന്നുള്ളൂ. ഇത് പിച്ചകാണ്. പിച്ചകത്തിന്റെ നല്ല മണമാണ് കേട്ടോ. ഇത് നിറച്ചും ഉണ്ടായിരുന്നു. ഇത് വൈകുന്നേരം ആയപ്പോഴേക്കും നന്നായിട്ട് വീണ് പോയതാണ്. ഞാൻ കൊഴിഞ്ഞതാണ്. നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ നല്ല കോഴിക്കുട്ടന്മാരൊക്കെ നല്ല ഇതിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ.